ഹിമാചലിലെ റോഹ്തങ്ങിൽ മലയാളി സൈനികന്റെ അടക്കം മൃതദേഹങ്ങൾ കണ്ടെത്തിയ ദൗത്യത്തിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പഴയ കുറിപ്പുകളടക്കം ദൗത്യസംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ആ സമയത്തെ കുറിപ്പുകളും ഒപ്പം തന്നെ ആ ദൗത്യത്തിന്റെ ദൃശ്യങ്ങളുമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അർജുൻ, ആ സങ്കടം, വേദന അത് അതുപോലെ തന്നെ തങ്ങി നിൽക്കുമ്പോഴും ഇങ്ങനെ കണ്ടെത്താനായിരിക്കുന്നു എന്നുള്ളത് അത്ഭുതവും അല്പമെങ്കിലും ആശ്വാസവും ഒക്കെ നൽകുന്നതാണ്. ഈ കുറിപ്പുകളൊക്കെ എന്താണെന്നൊക്കെ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ലഭ്യമാവുന്ന ഈ ചിത്രങ്ങൾ എന്താണ് പറയുന്നത്? അക്ഷയ, ആദ്യമായിട്ടാണ് ഈ റോഹ്തങ് ദൗത്യത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നതും അതിപ്പോ മാതൃഭൂമി ന്യൂസിലൂടെ ജനങ്ങൾ കാണുന്നതും. ഇത് ഈ പ്രധാനമായിട്ടും ഈ മൃതദേഹാവശിഷ്ടങ്ങൾക്കിടയിൽ കേടുപാടുകൾ ഒന്നും സംഭവിക്കാതെ ഇത്തരത്തിൽ നിരവധി കുറിപ്പുകൾ കണ്ടെത്തിയിരുന്നു. ഈ കുറിപ്പുകളിൽ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ഈ വ്യക്തി വിവരങ്ങൾ, പേരടക്കമുള്ള വിവരങ്ങളെല്ലാം തന്നെ ഈ ദൗത്യ സംഘം തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് വർഷങ്ങൾ മുമ്പ് 1968 അടക്കം ഡേറ്റ് ചെയ്തിട്ടുള്ള, അതിന് മുൻപത്തെ വർഷങ്ങളിലേതുമുണ്ട്, അതിനടക്കം ഡേറ്റ് ചെയ്തിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഇവരുടെ തന്നെ വ്യക്തി വിവരങ്ങൾ അടക്കി ഉൾപ്പെടെ ഉണ്ടായിരുന്നതും അതുപോലെ തന്നെ ഇവരുടെ ജോലി ചെയ്തിരുന്ന പ്രത്യേകം ഈ സംഘങ്ങളുടെ എല്ലാം തന്നെ വിവരങ്ങൾ ഉൾപ്പെടെയായിരുന്നു ആ കുറിപ്പുകളിൽ ഉണ്ടായിരുന്നത്. അതും ഒപ്പം തന്നെ ഇവരുടെ ചില വസ്ത്രങ്ങൾ, ഒപ്പം തന്നെ 4 മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ, കഴിഞ്ഞ 6 ദിവസമായി ദൗത്യം നടത്തുകയായിരുന്നു. അതിന്റെ അവസാന ദിവസം സെപ്റ്റംബർ 30-ാം തീയതി ഇത്തരത്തിൽ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയത്. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട്, കാരണം നല്ല തണുപ്പായിരുന്നു. മാത്രമല്ല ഈ റോഹ്തങ് ക്രാസിന് തൊട്ടു മുകളിലുള്ള ധാക്ക ഗ്ലേഷ്യർ എന്ന് പറഞ്ഞ ആ മേഖലയിൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ്, ഒരു തിരച്ചിലാണ് ഇത്തരത്തിൽ ഈ 4 മലയാളി സൈനികന്റെ അടക്കം 4 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. 1968 അപകടമാണ്. 56 വർഷത്തിനിപ്പുറത്തേക്കാണ് മൃതദേഹം ഉൾപ്പെടെ കാലഘട്ടത്തിലെ ആ സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ചില കുറിപ്പുകളും നോട്ട്പാടുകളൊക്കെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ചില അക്ഷരങ്ങളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. മറ്റു പലതും നമുക്ക് വായിച്ചെടുക്കാനാവുന്നതാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്.